ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുധീഷും നികേഷും കൂടി ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടനെ പോയിട്ട് സുനന്ദേനെ ഇറക്കിക്കൊണ്ട് വരാൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയിട്ടിരിക്കുക, ഇപ്പം നമ്മളെങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ സുഭാഷ് ഏട്ടൻ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്, ജോലി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, അവൾ വല്ലാതെ വിഷമമുണ്ട്. സുനന്ദയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിച്ചിട്ടിരിക്കുന്നുണ്ട്, അവനൊരു ജോലിയിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മുടെ ബംഗാളി വന്ന് പറയുന്നുണ്ട്, സുഭാഷേട്ടന് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, എന്തായാലും സുഭാഷേട്ടൻ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സുനന്ദ കല്യാണ വേഷത്തിലൊക്കെ വന്ന് ഇറങ്ങുന്നത് കാണാണ്ട് അവളുടെ കഴുത്തിലെ താലി കാണുമ്പോൾ നമ്മുടെ സുഭാഷേട്ടന് വല്ലാത്ത വിഷമമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേട്ടന് പറ്റിയ, എന്താണ് സുഭാഷേട്ടൻ ഇത്ര വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ പറയണ്ടേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സുഭാഷേട്ടൻ ഉള്ളിൽ പോയിട്ട് കടക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് തട്ടിത്തടഞ്ഞ് വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിധി മെല്ലെ പിടിച്ച് കസാലയ്ക്ക് ഇരുത്തിയിട്ട് എന്താ സുഭാഷേട്ടന് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിയോട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ സുനന്ദയെ കണ്ടു, ഞാൻ കാണാൻ പാടില്ലാത്ത വേഷത്തിലാണ് കണ്ടത്, എനിക്ക് വല്ലാത്ത മനസ്സ് വിഷമമുണ്ട് അവളെ കണ്ട സ്ഥിതിക്ക്, എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ആ വേഷത്തിൽ അവളെ കാണുന്ന സമയത്ത്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് ജോലി സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് വല്ലാത്ത തലവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആരെ കാണാൻ പാടില്ല വിചാരിച്ചു, അപ്പോൾ അവളെയും കണ്ടു, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, അവൾ എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ വീട്ടിലേക്ക് ഓടി ഓടി വന്നിരുന്നു, ഇവരൊക്കെ ചീത്ത പറയുന്ന സമയത്തും അവൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി ഓടി വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ നീതിയോട് എല്ലാം തുറന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.